ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിസ്റ്ററിയില് നമ്മൾ 8ഓളം ചാപ്റ്റർ പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലെ? ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് ചാപ്റ്റർ 9 ആണ്. ചാപ്റ്റർ 9, ചാപ്റ്ററിന്റെ പേര് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. എല്ലാവർക്കും അറിയാം അല്ലെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച്? അതിനു മുൻപ് കഴിഞ്ഞ ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞോ? എന്താണ് പഠനത്തിന്റെ ഒരു നിലവാരം? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷയിൽ നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡൽഹി സുൽത്താനേറ്റ് ആണ് അല്ലെ? ഡൽഹി സുൽത്താനേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന കുറെ യുദ്ധങ്ങള്, തറൈൻ യുദ്ധങ്ങള്, അതുപോലെ തന്നെ ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, റസിയ, അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ടോക്കൺ കറൻസി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, ആർ യു റെഡി? യെസ്, നമുക്ക് നോക്കാം. എന്താണ് തറൈൻ യുദ്ധം? തറൈൻ യുദ്ധം എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് തറൈൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും കൂടെ ചേർന്ന് നടന്ന യുദ്ധങ്ങളെയാണ് തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് തന്നെ നമ്മുടെ ഈ തറൈൻ യുദ്ധത്തിലാണ്. മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകാനിടയായ സംഭവം എന്ന് പറയുന്നത് ഈ തറൈൻ യുദ്ധമാണ്. മുഹമ്മദ് ഗോറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തറൈൻ യുദ്ധം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഒപ്പം ആരും ഉണ്ടായിരുന്നു? രജപുത്ര സൈന്യത്തിന്റെ വക്താവും കൂടെ ആയിരുന്ന നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെയാണ് തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ തറൈൻ യുദ്ധം, അതുപോലെ തന്നെ രണ്ടാമത്തെ തറൈൻ യുദ്ധം, അങ്ങനെ 2 യുദ്ധങ്ങളാണ് നിലവിൽ നടന്നിരുന്നത്. ഇതില് ഈ തറൈൻ യുദ്ധത്തില്, ഒന്നാമത്തെ തറൈൻ യുദ്ധത്തില് മുഹമ്മദ് ഗോറി പരാജയപ്പെടുകയും പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തു, വിജയിക്കുകയും ചെയ്തു. എന്നാൽ സെക്കൻഡ് തറൈൻ യുദ്ധത്തില് തിരിച്ചാണ് സംഭവിച്ചത്. പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തു, വധിക്കപ്പെടുകയും മുഹമ്മദ് ഗോറി ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. അപ്പോ ഒരിക്കൽ കൂടെ തറൈൻ യുദ്ധം എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാനും രജപുത്ര സൈന്യത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രജപുത്ര വംശക്കാരനായ പൃഥ്വിരാജ് ചൗഹാനും തുർക്കി മുസ്ലിം ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗോറിയും തമ്മിൽ ഡൽഹി സുൽത്താനേറ്റില് നടന്ന യുദ്ധങ്ങളെയാണ് തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. തറൈൻ യുദ്ധം, ഒന്നാമത്തെ തറൈൻ യുദ്ധം ഉണ്ടായിരുന്നു, സെക്കൻഡ് തറൈൻ യുദ്ധം ഉണ്ടായിരുന്നു. ഒന്നില് മുഹമ്മദ് ഗോറി പരാജയപ്പെട്ടു, പൃഥ്വിരാജ് ചൗഹാൻ വിജയിക്കുകയും 2 പൃഥ്വിരാജ് ചൗഹാൻ വധിക്കപ്പെടുകയും മുഹമ്മദ് ഗോറി വിജയം കൈവരിക്കുകയും ചെയ്തു. നമുക്ക് നോക്കാം ഒന്നാമത്തെ തറൈൻ യുദ്ധം. 1191 ഫസ്റ്റ് തറൈൻ യുദ്ധം നടക്കുന്നത്. 1191 ഒന്നാം തറൈൻ യുദ്ധം നടക്കുന്നത്. പേര് പോലെ തന്നെ ആരൊക്കെ തന്നെയാണ്? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, പൃഥ്വിരാജ് ചൗഹാന്റെ സൈന്യത്തില് 2 ലക്ഷം കുതിരപ്പടയാളികളും 3000 ആനകളുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, വലിയൊരു സൈന്യവുമായിട്ടാണ് വന്നത്. 2 ലക്ഷം പടയാളികളും അല്ലെങ്കിൽ സൈന്യവും 3000 ആനയോടൊപ്പമാണ് ആരെത്തിയത്, യുദ്ധഭൂമിയിലോട്ട് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തത്, വരുന്നത്. പക്ഷെ ഈ സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? മുഹമ്മദ് ഗോറിക്ക് കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി തന്റെ നില എന്താണ്, പരിങ്ങലിലാണ്. എന്തായാലും എനിക്ക് ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. 2 ലക്ഷം സൈന്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എത്രത്തോളം ഒരു ഹ്യൂജ് ആർമിയുമായിട്ടാണ് പൃഥ്വിരാജ് ചൗഹാന്റെ വരവേൽപ്പ്. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഈ സൈന്യവും ഈ പടയാളികളും കണ്ടപ്പോൾ തന്നെ ഗോറിക്ക് മനസ്സിലായി തന്റെ എന്താണ് അങ്ങോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് പരിങ്ങലിലാണ്, തനിക്ക് എന്ത് കിട്ടില്ല, സക്സസ് കിട്ടില്ല, തോൽവിയായിരിക്കും സംഭവിക്കുക എന്ന് അദ്ദേഹം ഊഹിച്ചു. അത് തന്നെയാണ് എന്ത് ചെയ്തത്, സംഭവിച്ചത്. ഒന്നാം തറൈൻ യുദ്ധത്തില് നമുക്ക് എന്താണ്, രജപുത്ര സൈന്യം എന്ത് ചെയ്യുകയാണ്, വൻ സക്സസ് അവർക്ക് കിട്ടി. ആക്രമണങ്ങൾ എന്ത് ചെയ്തു, തുരുതുരാ ആരഴിച്ചു വിട്ടു, നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ, രജപുത്ര സൈന്യത്തിന്റെ വക്താവായ പൃഥ്വിരാജ് ചൗഹാൻ ആക്രമണങ്ങൾ തുരുതുര അഴിച്ചുവിടുകയും ഇതിനെ മറികടക്കാൻ മുഹമ്മദ് ഗോറിക്ക് സാധിക്കാതെയായിട്ട് വന്നു. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, രാജ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 1191 തന്നെ 40,000 സൈനികരെ ഗോറി അഫ്ഗാനിസ്ഥാൻ തന്നെ അല്ലെങ്കിൽ അഫ്ഗാനിൽ തന്നെ വിട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പോവുകയാണ്. ഓക്കെ, അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഇനി എന്ത് ചെയ്യില്ല, നിന്നാലും എന്ത് ചെയ്യില്ല, ജയിക്കില്ല. 1191 നമ്മുടെ തറൈൻ യുദ്ധം നടക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്, 40,000 അദ്ദേഹത്തിന്റെ സൈന്യത്തെ
അഫ്ഗാനിൽ ശേഷിപ്പിച്ചിട്ട് അദ്ദേഹം എവിടെയാണ്? പലായനം ചെയ്യുകയാണ് അല്ലെ. ഇത് അദ്ദേഹത്തിന് കൃത്യം മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യില്ല, ഇനി അങ്ങോട്ട് നിന്നാൽ ജയിക്കയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുകയും രജപുത്ര സൈന്യത്തിന്റെ വക്താവായ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്യുകയാണ്? വിജയം കൈവരിക്കുകയും ചെയ്തു. അപ്പൊ ഒന്നുകൂടെ ഒന്നാം തറൈൻ യുദ്ധമാണ് നാം നോക്കുന്നത്. തറൈൻ യുദ്ധങ്ങളാണ്. തറൈൻ യുദ്ധം എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും. രജപുത്ര സൈന്യമായിരുന്ന നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനും അതുപോലെ തന്നെ തുർക്കി ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗോറിയും തമ്മിലുണ്ടായിരുന്ന വൻ ആക്രമണങ്ങളുടെ പരമ്പരയാണ് എന്തെന്ന് പറയുന്നത്? തറൈൻ യുദ്ധം എന്ന് പറയുന്നത്. ഒന്നാമത്തെ തറൈൻ യുദ്ധം നടന്നത് 1191 ഒന്നാമത്തെ തറൈൻ യുദ്ധം നടക്കുന്നത്. തറൈൻ യുദ്ധത്തിലോട്ട് വന്നപ്പോ തന്നെ എന്താ സംഭവിച്ചത്? അതെ, 1191 പൃഥ്വിരാജ് ചൗഹാൻ വന്നത് 2 ലക്ഷം സൈന്യത്വവും അതുപോലെ തന്നെ 3000 ആനയോടൊപ്പം നമ്മുടെ യുദ്ധഭൂമിയിൽ എത്തി. ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ഗോറിക്ക് മനസ്സിലായി തന്റെ നില പരുങ്ങലിലാണ്. അദ്ദേഹത്തിന്റെ സൈന്യത്തോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഇദ്ദേഹത്തിന് ഗോറിക്ക് കഴിയാതെ വരികയും 40,000 സൈനികരെ അദ്ദേഹം എവിടെ തന്നെ നിർത്തിയിട്ട് വന്നു? അഫ്ഗാനിൽ തന്നെ ശേഷിപ്പിച്ചിട്ട് അദ്ദേഹം രാജ്യസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? പോവുകയാണ് സംഭവിച്ചത്. തോറ്റു പിന്മാറുകയാണ്. കൃത്യം 1 വർഷത്തിന് ശേഷം 1192 സെക്കൻഡ് തറൈൻ യുദ്ധം ആരംഭിക്കുകയാണ്. 1191 ഒന്നാം തറൈൻ യുദ്ധവും 1192 രണ്ടാം തറൈൻ യുദ്ധവും എന്ത് ചെയ്യുകയാണ്? നടക്കുകയാണ്. അപ്പൊ മനസ്സിലായാലും ഒന്നാം തറൈൻ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ രണ്ടാം തറൈൻ യുദ്ധത്തിന്റെ ആ ഒരു ഇടിമുഴക്കവും ഒക്കെ എന്ത് ചെയ്യാണ്? തുടങ്ങി വയ്ക്കുകയാണ്. ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നില്ല. രണ്ടാം തറൈൻ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ഇരു കൂട്ടരും. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടാം തറൈൻ യുദ്ധം. പരിചയപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, തറൈൻ യുദ്ധത്തില് മുഹമ്മദ് ഗോറി എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ഇത് അദ്ദേഹത്തിന് ഭയങ്കര കയ്പുണ്ടായി. തന്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിട്ട് ഈ തറൈൻ യുദ്ധം മാറുകയാണ്. അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കയ്പുളവാക്കി, എങ്ങനെയെങ്കിലും സെക്കൻഡ് തറൈൻ യുദ്ധത്തില് ആരെ തോൽപ്പിക്കണം? പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് തനിക്ക് എന്ത് നേടിയെടുക്കണം? വിജയം കൈവരിക്കണം എന്ന ചിന്ത ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് സെക്കൻഡ് തറൈൻ യുദ്ധത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, ഗോറിയുടെ ഉള്ളില് ഫസ്റ്റ് തറൈൻ യുദ്ധത്തിൽ പരാജയം നേടി. എല്ലാവരും എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ പരിഹസിക്കുകയും അവഹേളനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കയ്പുളവാക്കി. നമുക്കറിയാം, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നാം എന്ത് ചെയ്യുന്നത്? പറന്നുയരുന്നത്. അതുപോലെ ഗോറിക്ക് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വേദനയും വിഷമവും, എങ്ങനെയെങ്കിലും പൃഥ്വിരാജ് ചൗഹാനെ തന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഗോറിയുടെ ഉള്ളിൽ അലയടിച്ചു. അങ്ങനെ ഗോറി വെൽ പ്ലാൻഡ് ആയിരുന്നു. സെക്കൻഡ് തറൈൻ യുദ്ധത്തിൽ ഫസ്റ്റ് സംഭവിച്ചത് പറ്റില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചേ പറ്റൂ, എങ്ങനെയെങ്കിലും സെക്കൻഡ് തറൈൻ യുദ്ധത്തില് പൃഥ്വിരാജ് ചൗഹാനെ മുട്ടുമടക്കിക്കണം എന്ന ഒരു ഉറച്ച ദൃഢ പ്രതിജ്ഞതയോടെ അദ്ദേഹം സെക്കൻഡ് തറൈൻ യുദ്ധത്തിനായിട്ട് വരികയാണ്. സെക്കൻഡ് തറൈൻ യുദ്ധത്തിലും ഗോറിയും ഇരുപക്ഷത്ത് ആരാണ്? നമ്മുടെ രജപുത്ര സൈന്യത്തിലെ പൃഥ്വിരാജ് ചൗഹാൻ. രണ്ടുപേരും തമ്മിൽ വീണ്ടും എന്ത് തുടങ്ങുകയാണ്? യുദ്ധം തുടങ്ങുകയാണ്. രജപുത്ര സൈന്യത്തിൽ തികച്ചും എന്താണ്? ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കിട്ടിയതല്ലേ, ഫസ്റ്റ് എന്താ കിട്ടി? സക്സസ് ആയിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തതിലും എനിക്ക് സക്സസ് ആകുമെന്ന് രജപുത്ര സൈന്യത്തിലെ പൃഥ്വിരാജ് ചൗഹാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. ഭയങ്കര നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കാറ്റിൽ പറത്തിയതുപോലെയായിരുന്നു. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തെ 2 ലക്ഷം കുതിരപ്പടയാളികളും 3000 ആനകളും ഒട്ടനവധി സൈനികരും അടങ്ങുന്ന മഹാസൈന്യത്തെയായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? നിലനിർത്തിയത്. പൃഥ്വിരാജ് ചൗഹാൻ എന്ത് ചെയ്തത്? നിർത്തിയത്. ഈ സമയത്ത് 1 വർഷം മുമ്പ് തനിക്ക് നേരിട്ട ഈ കയ്പ് ഗോറിയുടെ മനസ്സിൽ അലയടിക്കുകയും ഗോറി അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉറപ്പിച്ചാണ് വന്നത്. ജീവിതത്തിൽ ഇനി ഒരു പരാജയം നേരിടേണ്ടതായിട്ട് വരരുത്. അതുകൊണ്ട് ധാരാളം സൈനികരും കുതിരപ്പടയാളികളും വാളും കുന്തവും കുതിരയും ആനയും ഒക്കെ ആയിട്ട് ഗോറി യുദ്ധഭൂമിയിലോട്ട് വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഉള്ളില് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ, പരാജയപ്പെടുത്തണം പൃഥ്വിരാജ് ചൗഹാന്. ഇരു കൂട്ടരും മത്സര ഭീതിയോടെ അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടെയും തോൽക്കുന്നുള്ള പേടിയുണ്ട്, എന്നാൽ ജയിക്കുമെന്നുള്ള പേടി, അങ്ങനെ എന്ത് ചെയ്യാണ്? യുദ്ധഭൂമിയിലോട്ട് ഇറങ്ങി. ഒരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ സമയത്താണ് ഗറില്ല യുദ്ധങ്ങളൊക്കെയാണ് ഗോറി മുന്നോട്ട് വച്ചത്. ഗറില്ല യുദ്ധങ്ങളും അമ്പെയ്ത്തും ഗറില്ല യുദ്ധങ്ങളൊക്കെ ഇദ്ദേഹം
ആനയുടെ പുറത്തിരുന്ന് കൊണ്ട് പൃഥ്വിരാജ് ചൗഹാൻ എന്താ ചെയ്തത്? ആക്രമണത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ആനയുടെ പുറത്തിരുന്ന് യുദ്ധങ്ങൾ നടത്തി. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ മിന്നൽ ആക്രമണം, ഗോറിയുടെ ഒരു പോളിസി ആയിരുന്നു എന്താണ്? പെട്ടെന്ന് ആക്രമിക്കുക, പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുക, മിന്നി മറയുക. പെട്ടെന്ന് ആക്രമിക്കുക, പെട്ടെന്ന് മിന്നി മറയുക. ഇത് ഗോറിയുടെ ഒരു എന്തായിരുന്നു? ഒരു പോളിസി ആയിരുന്നു, യുദ്ധതന്ത്രം എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഗോർ തന്റെ യുദ്ധമുറ രണ്ടാമത്തെ തറയൻ യുദ്ധത്തിൽ കാഴ്ചവെച്ചത്. അപ്രതീക്ഷിതമായിട്ട് നല്ല രീതിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രജപുത്ര സൈന്യം ആനപ്പുറത്തിരുന്ന് യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഗോറിയുടെ സംഘം അറ്റാക്ക് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പൃഥ്വിരാജ് ചൗഹാന്റെ ഒരുപാട് ആളുകളെ നിഷ്പ്രയാസം കൊന്നൊടുക്കുകയുണ്ടായി ഗോറിയുടെ കൂട്ടര്. അപ്പോ തന്നെ ഗോറിയുടെ നമ്മുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുകയും പൃഥ്വിരാജ് ചൗഹാന് മനസ്സിലായി ഇനി നിന്നാൽ ശരിയാകത്തില്ല, അവസ്ഥ പരുങ്ങലാണ്. എന്നാലും അദ്ദേഹം എന്ത് ചെയ്തു? തളരാതെ പൊരുതുകയാണ് ഉണ്ടായത് പൃഥ്വിരാജ് ചൗഹാൻ പൊരുതി നിന്നു. അവസാനം എന്ത് ചെയ്തു? പെട്ടെന്നുണ്ടായ ഗറില്ല തന്ത്രമുറകളോടും അതുപോലെ തന്നെ അമ്പയത്തിലും പിടിച്ചു നിൽക്കാൻ പൃഥ്വിരാജ് ചൗഹാന് കഴിയാതായിട്ട് വരികയും അദ്ദേഹത്തിന്റെ ധാരാളം സൈനികരെ, ആളുകളെ, കുതിരകളെ, ആനകളെ എല്ലാം എന്ത് ചെയ്തു? നമ്മുടെ ഗോറി എന്തിനിരയാക്കി? വാളിന് ഇരയാക്കി. ഈ സമയത്ത് ഗോറിയുടെ വേഗം കൂടിയ കുതിര പടയാളികളോടൊപ്പം മത്സരിക്കാൻ പൃഥ്വിരാജ് ചൗഹാന് സാധിക്കാതെയായിട്ട് വരികയും പൃഥ്വിരാജ് ചൗഹാനെ പെട്ടെന്ന് എന്ത് ചെയ്തു? അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? പിടിച്ച് വധിക്കുകയും ചെയ്തു. ഓക്കെ, പൃഥ്വിരാജ് ചൗഹാനെ വധിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഗൈഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താ സംഭവിച്ചത്? സൈന്യത്തിന്റെ പിടിയിൽ അകപ്പെട്ട ചൗഹാൻ ഒടുവിൽ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് തറയൻ യുദ്ധത്തില് ഗോറിക്കായിരുന്നു വിജയമെങ്കിൽ, നമ്മുടെ ചൗഹാനാണ് വിജയമെങ്കിൽ സെക്കൻഡില് ഗോറിക്കാണ് വിജയം. സെക്കൻഡില് ഗോറി സക്സസ് കൈവരിച്ചു. അപ്പോ ഇത് എന്താണ്? ഫസ്റ്റ് തറയൻ യുദ്ധത്തില് പൃഥ്വിരാജ് ചൗഹാനും ഗോറിയും തമ്മിൽ യുദ്ധത്തിൽ വന്നപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജ് ചൗഹാനോട് മത്സരിക്കാൻ ഗോറിക്ക് കഴിയാതെ അദ്ദേഹം പിൻവാങ്ങി. സെക്കൻഡില് ഉള്ളിലുണ്ടായിരുന്ന അമർഷവും ഉള്ളിലുണ്ടായിരുന്ന കയ്പും ഉള്ളിലുണ്ടായിരുന്ന വിദ്വേഷവും പരാജയം എല്ലാം എന്ത് ചെയ്തു? അദ്ദേഹം മുന്നിലിറങ്ങി പ്രവർത്തിച്ച് ധാരാളം ഹ്യൂജായിട്ടുള്ള സൈന്യത്വവും ഹ്യൂജായിട്ടുള്ള വാളുകളും എക്യുപ്മെന്റ്സുമായിട്ടൊക്കെ അദ്ദേഹം യുദ്ധഭൂമിയിലോട്ട് ഇറങ്ങുകയും പൃഥ്വിരാജ് ചൗഹാനെ അദ്ദേഹം എന്ത് ചെയ്തു? നിഷ്പ്രയാസം എന്ത് ചെയ്തു? മുട്ട് കുത്തിച്ചു. തന്റെ ഉള്ളിലുണ്ടായിരുന്ന അമർഷവും ഒക്കെ ഇത് മുസ്ലിങ്ങൾക്ക് ഒരു വലിയ എന്താണ്? ഉണർവേകി. അതായത് ഒരു ഭരണത്തിന് അടിത്തറ പാകിയത്, അല്ലെങ്കിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയത് ഗോറിയുടെ ഈ വിജയത്തോടൊപ്പം ആയിരുന്നു. രജപുത്ര സൈന്യം എന്ത് ചെയ്തു? പിൻവാങ്ങുകയും രജപുത്ര സൈന്യം എന്ത് ചെയ്തു? തൊപ്പിയിട്ടു എന്ന് തന്നെ പറയാം, തോറ്റ് പിന്മാറുകയുണ്ടായി. നമ്മുടെ ഗോറി വിജയം കൈവരിക്കുകയും ചെയ്തു. ഇതാണ് രണ്ട് തറയൻ യുദ്ധം എന്ന് പറയുന്നത്. സെക്കൻഡ് തറയൻ യുദ്ധത്തില് നമ്മുടെ എന്താണ്? മുസ്ലിം ഭരണത്തിന് അടിസ്ഥാനമിട്ടത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എന്താണ് ഭരണത്തിന് അടിത്തറ പാകിയത് നമ്മുടെ സെക്കൻഡ് തറയൻ യുദ്ധത്തോടൊപ്പം ആയിരുന്നു. രജപുത്ര സൈന്യത്തിന് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. എന്താ സംഭവിച്ചത്? അവിടെ പരാജയത്തിലാണ് എന്ത് ചെയ്തത്? പോയത്. പല സ്ഥലങ്ങളും ഗോറിയുടെ അധീനതയിലായി. ഗോറി തന്റെ കൈവശം ആക്കുകയുണ്ടായി. ഗോറിയുടെ ഏക വിശ്വസ്തനായ ഖുത്ബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിമയായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് തുടർന്ന് എന്ത് ചെയ്തത്? കൂടെ സഹായിച്ചത്, യുദ്ധത്തിൽ കൂടുതലായിട്ട് സഹായിച്ചത്. ഈ യുദ്ധത്തിന് ശേഷം ഗോറി എവിടേക്ക് പോയി? ഗസ്നിയിലേക്ക് പോവുകയും പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ ഭരണാധികാരിയായിട്ട് ഖുത്ബുദ്ദീൻ ഐബക്കിനെ നിയമിക്കുകയും ചെയ്തു. ഇതാണ് സെക്കൻഡ് തറയൻ യുദ്ധം എന്ന് പറയുന്നത്. ഒന്നുകൂടെ, സെക്കൻഡ് തറയൻ യുദ്ധം എപ്പോഴാണ് നടന്നത്? 1192 സെക്കൻഡ് തറയൻ യുദ്ധം നടക്കുന്നത്. ഫസ്റ്റ് തറയൻ യുദ്ധത്തിൽ ഉണ്ടായ പരാജയം ഗോറിയെ വല്ലാതെ വിഷമിച്ചു. എങ്ങനെയെങ്കിലും പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കണമെന്ന ചിന്ത ഗോറിയുടെ ഉള്ളിൽ കടന്നുകൂടി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? വെൽ പ്ലാൻഡ് ആയിട്ട് യുദ്ധഭൂമിയിലോട്ട് വരികയാണ്. പക്ഷെ തുടക്കത്തിൽ ജയിച്ചത് കൊണ്ട് ആത്മവിശ്വാസം ആർക്കും ഉണ്ടായിരുന്നു? രജപുത്ര സൈന്യത്തിലെ പൃഥ്വിരാജ് ചൗഹാനും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം നിഷ്ഫലമാക്കിക്കൊണ്ട് ആര് വിജയം കൈവരിച്ചു? ഗോറി വിജയം കൈവരിക്കുകയാണ് ഉണ്ടായത്. സംഭവിച്ചത് എന്താണ്? പൃഥ്വിരാജ് ചൗഹാന് ഗോറിയുടെ ആനപ്പടയാളികളോടും കുതിരപ്പടയാളികളോടും മത്സരിക്കാൻ സാധിച്ചില്ല. കാരണം ഗോറിയുടെ ഒരു യുദ്ധതന്ത്രം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അതെ, വരുന്ന ആൾക്കാരെ
പെട്ടെന്ന് ആക്രമിക്കുക, പെട്ടെന്ന് മിന്നിമറിയുക, മിന്നൽ പോലെ മിന്നിമറിയുക. ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു യുദ്ധതന്ത്രം ആവിഷ്കരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. പൃഥ്വിരാജ് ചൗഹാന് അനവധി സൈനികരെയും അനവധി സൈന്യ ബലത്തെയും നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ് തന്റെ നില പരിങ്ങലാണ്. എന്നാലും അവസാനം വരെ എന്ത് ചെയ്തു, പൊരുതി നിന്നു. എന്നാൽ അവസാനം സംഭവിച്ചതോ പൃഥ്വിരാജ് ചൗഹാനെ ഇവർ വധിക്കുകയുണ്ടായി. വധിച്ചതിനു ശേഷം പിടിച്ചെടുത്ത പ്രദേശങ്ങളെല്ലാം ഗോറി കൈവശമാക്കുകയും അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ അദ്ദേഹത്തിന്റെ വിശ്വസ്ത അടിമയായ ഹുദ്ബുദിൻ ഐബക്കിനെ ഭരണം കാഴ്ചവെക്കാൻ ഭരണം അവിടെ ഉറപ്പാക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതാണ് 2 തറൈൻ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഒരു കഥ പോലെ നമുക്ക് പഠിച്ചു വെക്കാം അല്ലെ. ഇന്നൊക്കെ മൂവിയിലൊക്കെ നടക്കുന്നത് പോലെ ഒരു യുദ്ധ പരമ്പരയായിരുന്നു അല്ലെ. ഇതൊക്കെ ആ സമയത്ത് നടന്നതാണ്. അങ്ങനെ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധമായിരുന്നു ഗോറിയുടെ വിജയമാണ് തറൈൻ യുദ്ധം. ക്ലിയർ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹുദ്ബുദിൻ ഐബക്ക്. 1206 AD 1206 1210 ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മുഹമ്മദ് ഗോറിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരു അടിമയായിരുന്നു ഹുദ്ബുദിൻ ഐബക്ക്. നേരത്തെ പറഞ്ഞു, അല്ല എങ്കിൽ വെറുതെ ഇത്രയും സ്ഥലങ്ങളുടെ അധിപനായിട്ട് അയാളെ ഏൽപ്പിക്കോ? ഒരിക്കലുമില്ല. എന്താ സംഭവിച്ചത്? ഹുദ്ബുദിൻ ഐബക്ക് 1206 ഗോറിയുടെ കൊലപാതകത്തിന് ശേഷം ലാഹോറിൽ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ഭരണം സ്ഥാപിക്കുകയും ഡൽഹി സുൽത്താനേറ്റിന് അടിത്തറയിട്ട വ്യക്തിയാണ് ഹുദ്ബുദിൻ ഐബക്ക്. മെയിൻ പോയിന്റ് ആണ് ഡൽഹി സുൽത്താനേറ്റിന് അടിത്തറ പാകിയ അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് വംശം വരാൻ കാരണമായ വ്യക്തിയാണ് ഹുദ്ബുദിൻ ഐബക്ക്. ക്ലിയർ? അതെ, എന്താണ്? ഗോറിയുടെ വിശ്വസ്ത അടിമയുമായിരുന്നു ഹുദ്ബുദിൻ ഐബക്ക്. ഡൽഹി സുൽത്താനേറ്റ് അടിത്തറ പാകിയ വ്യക്തിയാണ് ഹുദ്ബുദിൻ ഐബക്ക്. പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ എല്ലാം ഭരണം കാഴ്ചവെച്ച വ്യക്തിയാണ് ഗോറിയുടെ വിശ്വസ്തനായ ഹുദ്ബുദിൻ ഐബക്ക്. പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ധാരാളം റിവോൾട്ട്, കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു ഹുദ്ബുദിൻ ഐബക്ക്. ഓക്കെ, അദ്ദേഹത്തിന്റെ നല്ല ഒരു വിശ്വസ്തനും ഉദാര മനസ്സുമായിരുന്നു. എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന മനസ്സ് വിശാലമായ ഒരു വ്യക്തിയായിരുന്നു ആര്? ഇദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു പേര് വിളിച്ചു. അറിയോ? എന്താണ്? ലക് ബക്ഷ്. എന്താന്നാ വിളിച്ചത്? ലക് ബക്ഷ് എന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അറിയപ്പെട്ടു. അപ്പൊ ഹുദ്ബുദിൻ ഐബക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ നോക്കാം. ഗോറിയുടെ ഏറ്റവും ഗോറിയുടെ വിശ്വസ്ത പടയാളിയുമായ അടിമയായിരുന്നു ഹുദ്ബുദിൻ ഐബക്ക്. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഇദ്ദേഹത്തെ യുദ്ധത്തിലെല്ലാം സഹായിക്കുകയും കൂടാതെ വിശ്വസ്തനായിട്ട് ഗോറിയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഹുദ്ബുദിൻ ഐബക്ക് എന്താ ചെയ്തത്? സ്വതന്ത്ര ഭരണം സ്ഥാപിക്കുകയും ഡൽഹി സുൽത്താനേറ്റ് ഭരണം സ്ഥാപിച്ച വ്യക്തിയാണ് ഹുദ്ബുദിൻ ഐബക്ക്. അദ്ദേഹം എന്താ ചെയ്തത്? ധാരാളം റിവോൾട്ടുകൾക്ക് അല്ലെങ്കിൽ ധാരാളം കലാപങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും കൂടാതെ അദ്ദേഹം ഉദാര മനസ്സനും അതുപോലെ തന്നെ വിശ്വസ്തനും സ്നേഹസമ്പന്നനും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെട്ട പേരാണ് ലക് ബക്ഷ്. അപ്പൊ നമ്മള് 3 ക്വസ്റ്റ്യനോളം നോക്കി. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൽത്തുമിഷ്. നമുക്ക് ഈ പാഠത്തിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇൽത്തുമിഷ് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? 1210 1236 കാലയളവിൽ ഭരണം ഭരിച്ചിരുന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇൽത്തുമിഷിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. വാണിജ്യ വ്യാപാര രംഗത്തായാലും നാണയങ്ങളുടെ ശേഖരങ്ങളിലായാലും നാണയങ്ങളുടെ കൈമാറ്റത്തിലായാലും നാണയങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിലെല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ, ഇൽത്തുമിഷിന്റെ കാലയളവ് എപ്പോഴാണ്? 1210 1236 ആണ് ഇൽത്തുമിഷിന്റെ കാലയളവ്. എഡിയിലാണ്. ഓക്കെ, ഇൽത്തുമിഷിന്റെ ഒരു പ്രത്യേകത, ജനിച്ചപ്പോഴേ അദ്ദേഹം ചെറുപ്പം മുതലേ അടിമയായി അല്ലെ, അടിമ വംശത്തില് ചെറുപ്പം മുതലേ അദ്ദേഹം അടിമയായിട്ടാണ് എന്ത് ചെയ്ത് ജീവിച്ചത്. സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. എപ്പോഴും ഒരു അടിമയായിട്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഇൽത്തുമിഷ്. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവനകളാണ് എന്തെന്ന് പറയുന്നത്? വെള്ളി എന്ന തങ്ക എന്ന നാണയവും ചെമ്പെന്ന അല്ലെങ്കിൽ ജിതൽ എന്ന നാണയം. അല്ലെ, വെള്ളിയിലുള്ള
തങ്ക എന്ന നാണയവും ചെമ്പിലുള്ള ജിതൽ എന്ന് പറയുന്ന 2 നാണയങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ്. നമുക്കറിയാം പണ്ട് എന്തില്ലായിരുന്നു, നാണയങ്ങളൊന്നും പണ്ട് കാലത്തില്ലായിരുന്നു. ബാർട്ടർ സമ്പ്രദായമാണ്. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ കൈമാറ്റം ചെയ്യുന്ന ഒരു സംഹിതയാണ് അന്നുണ്ടായിരുന്നത്. ഈ സമയത്താണ് നാണയങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത്. ഈ സമയത്ത് നാണയം കണ്ടുപിടിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ നാണയങ്ങൾക്ക് ഒരുപാട് മൂല്യങ്ങൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയാണ് ഇൽത്തുമിഷ്. വെള്ളിയിലുള്ള തങ്ക എന്ന നാണയവും കോപ്പറിലുള്ള അല്ലെങ്കിൽ ചെമ്പിലുള്ള ജിതൽ എന്ന് പറയുന്ന നാണയവും, ജിതൽ അദ്ദേഹത്തിന്റെ പേരാണ്, ജിതൽ എന്ന് പറയുന്ന നാണയവും കണ്ടുപിടിച്ച വ്യക്തിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് ഇഖ്തദാരി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തിയും ഇൽത്തുമിഷാണ്. ഈ ഇഖ്തദാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതായത് പണ്ട് എന്താ ചെയ്തിരുന്നത്, സാമ്രാജ്യത്തെ പല ഇഖ്തകളായിട്ട്, ഇഖ്ത എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രദേശങ്ങളായിട്ട് എന്ത് ചെയ്യും, വിഭജിച്ചിരുന്നു. അതാണ് ആർക്ക് കൊടുത്തിരുന്നത്, ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും ഒക്കെ ശമ്പളമായിട്ട് കൊടുത്തത്. കയ്യിൽ പൈസ കൊടുക്കത്തില്ല. അവർ കൊടുക്കുന്ന സേവനത്തിന് പൈസയല്ല കൊടുത്തിരുന്നത്, പകരം ഈ സാമ്രാജ്യത്തെ എന്താണ് പല ഇഖ്തകളായി, ഇഖ്ത എന്ന് ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളായിട്ട് വിഭജിച്ചിട്ട് അതിൽ ഓരോ സെക്ഷൻ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ സൈനികർക്കും കൊടുത്തിരുന്നു. ഈ സിസ്റ്റത്തെയാണ് ഇഖ്തദാരി സിസ്റ്റം അല്ലെങ്കിൽ ഇഖ്തദാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ഇഖ്തദാരി സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്, സാമ്രാജ്യത്തെ പല പ്രദേശങ്ങളായി അല്ലെങ്കിൽ പല ഇഖ്തദാറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഖ്തകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഉദ്യോഗസ്ഥർക്കും അതുപോലെ സൈനികർക്കും ശമ്പളമായിട്ട് കൊടുത്തിരുന്നു. ഇതാണ് ഇഖ്തദാരി സമ്പ്രദായം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പരിചയപ്പെടാം. ഇൽത്തുമിഷ് എങ്ങനെയാണ് 1210 1236 കാലയളവിൽ ഭരണം നടത്തിയിരുന്ന വ്യക്തിയെയാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇൽത്തുമിഷ് ചെറുപ്പം മുതലേ എങ്ങനെയായിരുന്നു, അടിമയായിരുന്നു. ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ഒന്നും കിട്ടിയില്ല, അടിമയായിട്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം കോൺട്രിബ്യൂഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്, വെള്ളിയിലുള്ള തങ്ക എന്ന നാണയവും ചെമ്പിലുള്ള ജിതൽ എന്ന് പറയുന്ന നാണയവും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. കൂടാതെ അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹത്തിന്റെ സമ്പ്രദായമായിരുന്നു ഇഖ്തദാരി സമ്പ്രദായം. എന്താണ് ഇഖ്തദാരി സമ്പ്രദായം എന്ന് പറയുന്നത്? അതാണ് സാമ്രാജ്യത്തെ പല പ്രദേശങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ആർക്കും, സൈനികർക്കും ശമ്പളത്തിന് പകരം കൊടുത്തിരുന്നു. ഈ സിസ്റ്റത്തെയാണ് ഇഖ്തദാരി സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഖ്തദാർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇൽത്തുമിഷ് മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, റസിയ ഒരു വനിത വന്നല്ലേ. ഇത്രയും നേരം നമ്മൾ പഠിച്ചു വന്നത് പുരുഷ വിഭാഗത്തെ കുറിച്ചാണ്. ഒരു വനിത എത്തിയിട്ടുണ്ട്, റസിയ 1236 1240 കാലയളവിൽ ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ്. AD 1236 1240 കാലയളവിൽ ഭരണം നടത്തിയ വ്യക്തിയാണ് റസിയ. ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ, സുൽത്താന റസിയ. ഏക ഭരണാധികാരിയാണ് അല്ലെ, ഇന്ത്യ ഭരിച്ചിരുന്ന ഏക മുസ്ലിം വനിതാ ഭരണാധികാരിയായിരുന്നു നമ്മുടെ സുൽത്താന റസിയ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇൽത്തുമിഷ്, അദ്ദേഹത്തിന്റെ മകളാണ് നമ്മുടെ റസിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുൽത്താന റസിയ എന്ന് പറയുന്നത്. ധാരാളം ഒരുപാട് കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകുകയും ധീരയാണ് അല്ലെ, നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണ്, സ്ട്രോങ്ങസ്റ്റ് ലേഡിയാണ് അല്ലെ. പക്ഷെ ഡൽഹിയിൽ 4 വർഷം മാത്രമേ അവർക്ക് ഭരണം നടത്താനായിട്ട് സാധിച്ചുള്ളൂ. ഇതാണ് ഒരു പ്രത്യേകത. ഡൽഹിയിൽ 4 വർഷം മാത്രമാണ് സുൽത്താന റസിയയ്ക്ക് ഭരണം നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ, റസിയ എന്ന് പറയുന്നത് 1236 1240 കാലയളവിൽ എന്താണ് ഭരിച്ചിരുന്ന ഏക മുസ്ലിം അല്ലെ, ഏക മുസ്ലിം, ഇന്ത്യ ഭരിച്ചിരുന്ന ഏക മുസ്ലിം ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ. എന്താണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഡൽഹിയില് 4 വർഷം മാത്രമേ ഭരണം നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. കൂടാതെ സ്ട്രോങ്ങസ്റ്റ് ആണ് അല്ലെ, നല്ല ഭീരു ആയിരുന്നോ? ഇല്ല, ധീരയായ വനിതയാണ്, സ്ട്രോങ്ങസ്റ്റ് വുമൺ ആണ്. ധാരാളം കലാപങ്ങൾക്കും ധാരാളം വിപ്ലവങ്ങൾക്കും അവർ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്.
റസിയ ഒന്നുകൂടെ 1236 1240 കാലയളവിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഏക മുസ്ലിം ഭരണാധികാരിയായിരുന്നു റസിയ. യഥാർത്ഥ പേര് സുൽത്താന റസിയ. ഇൽത്തുമിഷിന്റെ മകളാണ് സുൽത്താന റസിയ. ധാരാളം യുദ്ധങ്ങൾക്കും ധാരാളം വിപ്ലവങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിൽ 4 വർഷം മാത്രമാണ് ഇവർക്ക് ഭരണം നടത്താനായിട്ട് സാധിച്ചിരുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്? സ്ട്രോങ്ങസ്റ്റ് ആയിരുന്നു അല്ലെ, നല്ല ധീരയായ വനിതയാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 6 സെയ്ദ് രാജവംശം അല്ലെങ്കിൽ സെയ്ദ് വംശം. നമുക്കറിയാം സെയ്ദ്, ലോധി, അങ്ങനെ കുറെ ഹിൽജി, അങ്ങനെ കുറെ വംശങ്ങളുണ്ട് ഡൽഹി സുൽത്താനിൽ അല്ലെ, മാംലൂക്ക്, അങ്ങനെ കുറെ ഉണ്ട്. അതിൽ നമുക്ക് ഒരെണ്ണമാണ് സെയ്ദ്. സെയ്ദ് എങ്ങനെയാണ്? തുഗ്ലക് രാജവംശത്തിന്റെ പതനത്തിന് ശേഷം 1414 മുതൽ 1451 വരെ സൽത്തനത്ത് ഭരിച്ച 4ാമത്തെ രാജവംശമാണ് സെയ്ദ് രാജവംശം. 4 അല്ലെ, നേരത്തെ ടീച്ചർ കുറെ പറഞ്ഞു. അതിൽ 4ാമത്തെ രാജവംശമാണ് അല്ലെ, സൽത്തനത്ത് ഭരിച്ചിരുന്ന 4ാമത്തെ രാജവംശമാണ് സെയ്ദ് എന്ന് പറയുന്നത്. സെയ്ദ് എന്താണ് ചെയ്തത്? ഹിസർ ഖാൻ ആണ് സെയ്ദ് രാജവംശത്തിന്റെ വക്താവ്, സ്ഥാപകൻ. ഹിസർ ഖാനാണ് സെയ്ദ് രാജവംശം സ്ഥാപിച്ചത്. ഈ രാജവംശം 37 വർഷം നീണ്ടു നിന്നു. എത്ര വർഷമാണ്? 37 വർഷം നീണ്ടു നിന്നു. ഹിസർ ഖാനാണ് സെയ്ദ് രാജവംശം സ്ഥാപിച്ചത്. 37 വർഷം നീണ്ടു നിന്നു. ഇദ്ദേഹം എന്താ ചെയ്തത്? തന്റെ പ്രജകളെ നന്നായിട്ട് പരിപാലിക്കുകയും പ്രജകളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹിസർ ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ താജ് ഉൽ മുൽക്ക് എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ താജ് ഉൽ മുൽക്ക് എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അപ്പോൾ നമുക്ക് സെയ്ദ് നോക്കാം. ഡൽഹി അല്ലെ, നമുക്കറിയാം അല്ലെ, ഡൽഹി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ സൽത്തനത്ത് ഭരണത്തിലെ 4ാമത്തെ വംശമാണ് സെയ്ദ് രാജവംശം എന്ന് പറയുന്നത്. ദില്ലി സൽത്തനത്ത് ഭരിച്ച 4ാമത്തെ രാജവംശമാണ് സെയ്ദ് എന്ന് പറയുന്നത്. സെയ്ദ് എന്ന് പറയുന്നത് എന്താണ്? തുഗ്ലക് രാജവംശത്തിന്റെ പതനത്തിന് ശേഷം, തുഗ്ലക്കാര് ഡിക്ലൈൻ ആയതിനു ശേഷം 1414 മുതൽ 1451 വരെ ദില്ലി സൽത്തനത്ത് ഭരിച്ച 4ാമത്തെ രാജവംശമാണ് സെയ്ദ് രാജവംശം. ഹിസർ ഖാൻ ആണ് സെയ്ദ് രാജവംശത്തിന്റെ വക്താവ്. ഹിസർ ഖാൻ എഴുതി വെച്ചോ, ഹിസർ ഖാൻ ആണ് രാജവംശത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. ഈ രാജവംശം 37 വർഷം എന്ത് ചെയ്തു? നീണ്ടു നിന്നു എന്ന് പറഞ്ഞാൽ അത്രയും എന്താണ്, രാജ്യത്തിലെ പ്രജകളെ അദ്ദേഹം നല്ല പോലെ എന്ത് ചെയ്തു? സ്നേഹിക്കുകയും അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് ഹിസർ ഖാൻ. ഹിസർ ഖാൻ തന്റെ പ്രജകളെ എങ്ങനെയാണ് നോക്കിയിരുന്നത്? വളരെ ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ പ്രജകളെ കരുതുകയും കാക്കുകയും അവരുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു രാജവംശം 37 വർഷമൊക്കെ എന്ത് ചെയ്യുന്നത്? നീണ്ടു നിൽക്കുന്നത്. നമുക്കറിയാം, രാജാവ് നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ പ്രജകൾ എന്താണ്, പ്രജകളുടെ ക്ഷേമം എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും അല്ലെ. രാജാവ് മോശമായി ഭരിച്ചു കഴിഞ്ഞാൽ പ്രജകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അല്ലെ. 37 വർഷം സെയ്ദ് രാജവംശം നിലനിന്നിരുന്നു. 37 വർഷത്തിന് ശേഷമാണ് ഇത് ഡിക്ലൈൻ ആകുന്നത്. ഹിസർ ഖാൻ എന്താ ചെയ്തത്? ജനങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിളിച്ച പേരാണ് താജ് ഉൽ മുൽക്ക് എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. താജ് ഉൽ മുൽക്ക്. ക്ലിയർ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. സെയ്ദ് രാജവംശം 1414 മുതൽ 1450 വരെ അല്ലെ, ഡൽഹി സൽത്തനത്തിലെ 4ാമത്തെ രാജവംശമായിരുന്നു ഏത്? നമ്മുടെ സെയ്ദ് രാജവംശത്തിന്റെ വക്താവ് അല്ലെങ്കിൽ സ്ഥാപകൻ ആരായിരുന്നു? ഹിസർ ഖാൻ. ആരാണ്? ഹിസർ ഖാൻ. 37 വർഷം ഈ സെയ്ദ് രാജവംശം നിലനിന്നിരുന്നു. രാജ്യത്തിലെ പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്ന നല്ലൊരു ഭരണാധികാരിയായിരുന്നു ഹിസർ ഖാൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എന്താണെന്ന് വിളിച്ചത്? താജ് ഉൽ മുൽക്ക് എന്നുള്ള പദവി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ലഭിച്ചു. താജ് ഉൽ മുൽക്ക് എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചു. ഇത്രയുമാണ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യനകത്തുള്ളത്. അടുത്ത എന്താണ് പറയുന്നത്? ഇനി ഒരു കുറച്ച് നമ്മുടെ ഓൺവേർഡ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോക്കൺ കറൻസി. എന്താണ് ടോക്കൺ കറൻസി? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഈ ടോക്കൺ കറൻസി മുന്നോട്ട് കൊണ്ടുവന്നത്. നമുക്ക് ഓൺവേർഡ് ആയിട്ട് പഠിച്ചു പോയാൽ മതി. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ടോക്കൺ കറൻസി എന്ന് പറയുന്ന സംഹിതയുടെ വക്താവ്.
വാണിജ്യ വ്യാപാരത്തിന്റെ എന്താണ് സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ കറൻസി കൊണ്ടുവന്നത്. വ്യാപാരത്തിന് സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ടോക്കൺ കറൻസി കൊണ്ടുവന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്. ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് എന്താണ്? ദല്ലാൾ. ദല്ലാൾ എന്ന് പറയുന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ബ്രോക്കർ. ദല്ലാൾ എന്ന് പറയുന്നത് ബ്രോക്കർ. അർത്ഥമാണ്, ഓൺ വേർഡ് അർത്ഥമായിട്ടാണ് പോകുന്നത്. ദല്ലാൾ എന്ന് പറയുന്നത് ബ്രോക്കർ ആണ്. ഡോബ്. ഡോബ് എന്ന് പറയുന്നതാണ് ഗംഗാ നദിക്കും യമുന നദിക്കും ഇടയിലുള്ള പ്രദേശത്തെ ഡോബ് എന്ന് വിളിക്കുന്നു. ഗംഗാ നദിക്കും യമുന നദിക്കും ഇടയിലുള്ള പ്രദേശത്തെ ഡോബ് എന്ന് വിളിക്കുന്നു. മംലൂക്ക്. മംലൂക്ക് എന്ന് പറഞ്ഞ എന്താണ്? അടിമ വംശം അല്ലെങ്കിൽ അടിമ വംശത്തിലുള്ള ഓഫീസേഴ്സിനെയാണ് എന്തെന്ന് വിളിച്ചത്? മാംലൂക്ക് എന്ന് വിളിച്ചത്. അടിമ വംശത്തിൽ അല്ലെങ്കിൽ എന്താണ് സ്ലേവ് ഓഫീസേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്? മംലൂക്ക് എന്ന് വിളിച്ചത്. മംലൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മംലൂക്ക് എന്ന് പറഞ്ഞാൽ സ്ലേവ്, അടിമ ഓഫീസേഴ്സിനെയാണ് വിളിച്ചിരുന്നത്. മന്തി. മന്തി എന്ന് പറഞ്ഞ എന്താണ്? ധാന്യ വിപണി, ഗ്രെയിൻ മാർക്കറ്റ്. മന്തി എന്ന് പറയുന്നത് ധാന്യ വിപണി അല്ലെങ്കിൽ ഗ്രെയിൻ മാർക്കറ്റ്. അടുത്തെന്താണ്? ബാരിദ്. ബാരിദ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റലിജൻസ് ഓഫീസേഴ്സിനെയാണ് ബാരിദ് എന്ന് പറയുന്നത്. ഇന്റലിജൻസ് ഓഫീസേഴ്സിനെ ബാരിദ് എന്ന് വിളിക്കുന്നു. മീനിങ്സ് ആണ്, അത് ഓർത്ത് പഠിക്കുക. ബാരിദ് എന്ന് പറയുന്നത് ബാരിദ്. ബാരിദ് എന്ന് പറയുന്നത് BARID എന്നാണ്. ബാരിദ് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഓഫീസേഴ്സ്. അടുത്ത് ജസിയ. ജസിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു വർഷം എന്താണ് മുസ്ലിം അല്ലാത്തവർ എന്താണ് കൊടുക്കുന്ന ടാക്സിനെയാണ് ജസിയ എന്ന് വിളിക്കുന്നത്. ഒരു വർഷം മുസ്ലിം അല്ലാത്ത പ്രജകളിൽ നിന്ന് ഈടാക്കുന്ന മുസ്ലിം അല്ല, മുസ്ലിം ആവട്ടുള്ള മുസ്ലിം അല്ലാത്ത പ്രജകളിൽ നിന്ന് ഈടാക്കുന്ന ടാക്സിനെയാണ് ജസിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓൺ വേർഡ്. ടോക്കൺ കറൻസി ആരാണ് കൊണ്ടുവന്നത്? യെസ്, കറക്റ്റ്, മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇതിനു വേണ്ടിയിട്ടാണ്? വ്യാപാരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ദല്ലാൾ. ദല്ലാൾ എന്ന് പറയുന്നത് ആരാണ്? ബ്രോക്കർ. നമുക്കറിയാം, നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ വിൽപ്പന ചെയ്യുന്ന ആൾക്കാർ, അതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്ന വ്യക്തികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രോക്കർ. അടുത്ത ഡോബ്. ഡോബ് എന്ന് പറയുന്നത് ഗംഗാ നദിക്കും യമുന നദിക്കും ഇടയിലുള്ള പ്രദേശം. അടുത്ത മന്തി എന്ന് പറയുന്നതാണ്? മന്തി ധാന്യ വിപണി, ഗ്രെയിൻ മാർക്കറ്റിനെയാണ് അക്കാലത്ത് മന്തി എന്ന് വിളിച്ചിരുന്നത്. മംലൂക്ക് എന്ന് പറയുന്നതാണ്? സ്ലേവ് ഓഫീസേഴ്സിനെ മംലൂക്ക് എന്ന് വിളിച്ചു. ജസിയ എന്താണ്? ജസിയ യെസ്, മുസ്ലിം അല്ലാത്ത ജനങ്ങളിൽ നിന്ന് ഒരു വർഷം ഈടാക്കുന്ന ടാക്സിനെയാണ് ജസിയ എന്ന് വിളിച്ചത്. മുസ്ലിം അല്ലാത്ത പ്രജകളിൽ നിന്ന് ഈടാക്കുന്ന ടാക്സിനെയാണ് ജസിയ എന്ന് വിളിച്ചത്. ബാരിദ് എന്ന് പറയുന്നത് എന്താണ്? ബാരിദ് ഇന്റലിജൻസ് ഓഫീസേഴ്സിനെ ബാരിദ് എന്ന് വിളിക്കുന്നു. നാം ഇന്ന് പരിചയപ്പെട്ടത് ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നാം നോക്കിയത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 9 ആണ് നാം നോക്കി. തറൈൻ യുദ്ധങ്ങൾ നോക്കി ഇല്ലേ? ഫസ്റ്റ് തറൈൻ യുദ്ധം, സെക്കൻഡ് തറൈൻ യുദ്ധം, ഇൽത്തുമിഷ്, ഖുത്ബുദ്ദീൻ ഐബക്ക്, റസിയ, അതുപോലെ തന്നെ എന്താണ് കുറച്ച് ഓൺവേഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് സെയ്ദ് വംശം. ഇത്രയും കാര്യങ്ങളാണ് നാം നോക്കിയത് അല്ലെ? ഇന്ത്യയില് മുസ്ലിം ഭരണത്തിന് അടിത്തറപ്പാകിയ യുദ്ധങ്ങളെയാണ് എന്തെന്ന് വിളിച്ചത്? തറൈൻ യുദ്ധം. ഫസ്റ്റ് തറൈൻ യുദ്ധം നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. കൂടെ പറഞ്ഞാട്ടെ എല്ലാവരും. എന്താണ് ഫസ്റ്റ് തറൈൻ യുദ്ധത്തില് ആരാ ജയിച്ചത്? ഗോറി എന്ത് ചെയ്തു? ജയിച്ചു. തോറ്റു. ചൗഹാൻ എന്ത് ചെയ്തു? ജയിച്ചു. ഒരിക്കൽ കൂടെ കൺഫ്യൂഷൻ ആകരുത്. എന്താണ്? മുഹമ്മദ് ഗോറി എന്ത് സംഭവിച്ചു? തോറ്റുകയാണ്. ചൗഹാൻ പരാജയപ്പെടാതെ എന്ത് ചെയ്തു? വിജയത്തിലോട്ട് മുന്നോട്ട് പോയി. ചൗഹാൻ വിജയിക്കുകയും ചെയ്തു. ഇത് ആരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ? ഗോറിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുതി കൂട്ടി സെക്കൻഡ് തറൈൻ യുദ്ധത്തിൽ വന്നപ്പോ 1192 സെക്കൻഡ് തറൈൻ യുദ്ധത്തിൽ വന്ന് വെൽ പ്ലാൻഡ് ആയിട്ടാണ് വന്നത് അല്ലെ? ഒരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതേ എന്താണ് പൃഥ്വിരാജ് ചൗഹാനിനെ മനസ്സിലായി. തന്റെ സൈന്യബലം എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ചോർന്നുകൊണ്ടേയിരിക്കുന്നു. സൈന്യബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗോറി വിജയപ്രാപ്തിയിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോറി എല്ലാം എന്താണ് പ്ലാൻഡ് ആയിട്ട് വരികയും ധാരാളം സൈന്യത്തെയും അതുപോലെ തന്നെ ഒരുപാട് സൈന്യവും ഒരുപാട് എക്യുപ്മെന്റ്സും. ഗോറിയുടെ യുദ്ധമുറ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? അതെ, പെട്ടെന്ന് ആക്രമിക്കുക, അവിടെ നിന്ന് എന്ത് ചെയ്യുക? പെട്ടെന്ന് മായുക, മിന്നി മറയുക. അതാണ് അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. ഗറില്ല യുദ്ധതന്ത്രങ്ങളും അമ്പെയ്ത്തുകളും ഒക്കെ എന്ത് ചെയ്തു? നമുക്ക് പൃഥ്വിരാജ് ചൗഹാന് ഭീഷണിയായിട്ട് വരികയും പൃഥ്വിരാജ് ചൗഹാനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് ആ പ്രദേശങ്ങളെല്ലാം ഗോറിയുടെ കൈകളിലാകുകയും ഗോറി അവിടെ ഭരണം നടത്താൻ വേണ്ടി ഖുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു അല്ലെ? അങ്ങനെ ഗോറിയുടെ ആ മനസ്സിലെ കയ്പും വിഷമവും ഒക്കെ എന്ത് ചെയ്തു? അദ്ദേഹം രണ്ടാം
സെക്കൻഡ് തറൈൻ യുദ്ധത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തു. പരാജയമെല്ലാം വിജയമാക്കി മാറ്റി. ഇതാണ് തറൈൻ യുദ്ധത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താണ് നമ്മൾ നോക്കിയത്? ഹുദ്ബുദ് ഐബക്ക് അല്ലെ, 1206 1210 എന്ത് ചെയ്ത് വിജയം കൈവരിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഭരണം നടത്തിയ വ്യക്തിയാണ്. ഒരു വിശ്വസ്തനായ അടിമയായിരുന്നു, നമ്മുടെ ഗോറിയുടെ വിശ്വസ്തനായ അടിമയായിരുന്നു ഹുദ്ബുദ് ഐബക്ക് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ഡൽഹി സൽത്താനേറ്റിന്റെ അല്ലെങ്കിൽ ഡൽഹി സൽത്തനത്ത് അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിനെ അടിത്തറ എടുത്ത വ്യക്തിയായിരുന്നു ഹുദ്ബുദ് ഐബക്ക്. ധാരാളം എന്താണ് വിപ്ലവങ്ങൾക്കും കലാപങ്ങൾക്കും മുന്നോട്ട് വന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് ലക്ബക്ഷ്. അടുത്ത വ്യക്തിയാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് നമുക്കറിയാം, ചെറുപ്പം മുതലേ അടിമ ആ രീതിയിൽ വളർന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് വെള്ളി തങ്ക നാണയവും നമ്മുടെ ചെമ്പ് ജിതൽ നാണയവും. ഇക്തദാർ സിസ്റ്റം ഒക്കെ പറഞ്ഞിരുന്നു. ശമ്പളത്തിന് വേണ്ടിയിട്ട് പ്രവിശ്യകളെ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അടുത്ത് റസിയ, ഇന്ത്യ ഭരിച്ചിരുന്ന ഏക മുസ്ലിം ഭരണാധികാരിയായിരുന്നു, ഏക വനിതാ മുസ്ലിം ഭരണാധികാരിയായിരുന്നു റസിയ എന്ന് പറയുന്നത്. ഇൽത്തുമിഷിന്റെ ഡാറ്ററാണ് അല്ലെങ്കിൽ മകളാണ്. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്താ പറയുക, 4 വർഷം മാത്രമേ അവർക്ക് ഭരണം നടത്താനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ധീരയായ വനിതയായിരുന്നു. അത് കഴിഞ്ഞ് സയ്യിദ് വംശം അല്ലെ, ഡൽഹി സൽത്തനേറ്റിലെ 4ാമത്തെ രാജവംശമാണ് സയ്യിദ് എന്ന് പറയുന്നത്. സയ്യിദിൽ എന്താ സംഭവിച്ചത്? ഹിസർ ഖാൻ ആണ് സയ്യിദ് രാജവംശത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഹിസർ ഖാൻ 37 വർഷം എന്ത് ചെയ്തു, ഭരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് മുന്നോട്ട് നിന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച പേരാണ് താജ് ഉൽ മുൽക്ക്. താജ് ഉൽ മുൽക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തെ അറിയപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഓൺവേർഡ് നോക്കി അല്ലെ. ടോക്കൺ കറൻസി ആരാണ് കൊണ്ടുവന്നത്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ടോക്കൺ കറൻസി കൊണ്ടുവന്നത്. വ്യാപാരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ടോക്കൺ കറൻസി കൊണ്ടുവന്നത്. പിന്നെ എന്താണ്? ദല്ലാൾ, കറക്റ്റ്, ബ്രോക്കർ. അടുത്തെന്താണ്? ഡോബ്, ഗംഗാ നദിക്കും യമുന നദിക്കും ഇടയിലുള്ള പ്രദേശം. ജസിയ, 1 വർഷം ആ മുസ്ലിം ആയിട്ടുള്ളവർ കൊടുക്കേണ്ട നികുതി, ടാക്സ്. മംലൂക്ക്, സ്ലേവ് ഓഫീസേഴ്സ്. മന്തി എന്ന് പറയുന്നത് എന്താണ്? ഗ്രെയിൻ മാർക്കറ്റ് അല്ലെങ്കിൽ ധാന്യ വിപണി. അടുത്ത് ഭാരത് എന്ന് പറയുന്നത് ഇന്റലിജൻസ് ഓഫീസേഴ്സ്. ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം, ഇത്രയും ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ട നോട്ട് പ്രൊവൈഡ് ചെയ്യും. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ, സംശയമൊക്കെ ഉള്ളവർക്ക് കമന്റ് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നാം എടുക്കുന്ന എഫോർട്ടിന് എപ്പോഴായാലും നമുക്ക് അതിനുള്ള പ്രതിഫലം ദൈവം തരും. നന്നായിട്ട് അതെന്നുള്ളത് മുടക്കം കൂടാതെ എല്ലാ ചാപ്റ്ററും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എക്സാമിന് ജയിക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കുക അല്ലെ. ഒരുപാട് വാരി വലിച്ചിട്ട് പഠിക്കാതെ ഇത്രയുമെങ്കിലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കട്ടെ. വീണ്ടും അടുത്തൊരു വീഡിയോ ക്ലാസ്സും വരെ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.